വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി ഈക്വൽ ടു സിഗ്മ 0 1 2 5 6 എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കരുതുക. സോ ഇതൊരു എസ് ഒ പി എക്സ്പ്രഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സിഗ്മ സൈൻ കണ്ടു കഴിഞ്ഞ് അതിനകത്ത് മിൻ ടേംസും എഴുതി കഴിഞ്ഞാൽ ഇതൊരു എസ് ഒ പി ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് 3 വേരിയബിൾസാണ് ഉണ്ടായിരിക്കുന്നത്. സോ 3 വേരിയബിൾസും യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം 7 വരെയുള്ള വാല്യൂസ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ 7 വരെയുള്ള വാല്യൂസിനകത്ത് ഏതൊക്കെ മിൻ ടേം ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഈ മിൻ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് 1 മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് എ ബി സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബി സി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്താണ്? 0 0 0 മുതൽ 0 0 1 0 1 0 അങ്ങനെ തുടങ്ങി നമുക്ക് മാക്സിമം 1 1 1 വരെ എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വാല്യൂസ് എവിടെയൊക്കെയാണോ വരുന്നത് ആ പ്ലേസിൽ നമുക്ക് 1 മാർക്ക് ചെയ്ത് കൊടുക്കാം. 0-ലുണ്ടായിരുന്നു, അതുപോലെ അടുത്ത് 1-ൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനകത്തുണ്ടായിരുന്നു, സോ അവിടെ 1 മാർക്ക് ചെയ്യുന്നു. അടുത്ത് 2-ലുണ്ടായിരുന്നു, 2-ലും 1 മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് എവിടെയാണ്? നമുക്ക് 3-ലും 4-ലും ഒന്നും വരുന്നില്ല. പിന്നെ വരുന്നത് 5 ആണ് തന്നിട്ടുള്ളത്. സോ 5-ൻ്റെ നേരെ 1 മാർക്ക് ചെയ്യുന്നു. പിന്നെ 6-ൽ തന്നിട്ടുണ്ട്, സോ 6-ൽ 1 മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് തരാത്ത പ്ലേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്ന ആ വാല്യൂസിൻ്റെ നേരെയാണ് നമ്മൾ 1 മാർക്ക് ചെയ്തത്. ബാക്കിയുള്ള ഭാഗത്ത് എന്ത് ചെയ്തു? സീറോസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു എസ് ഒ പി എക്സ്പ്രഷനായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എ ബാർ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി ബാർ, അതായത് 3 സീറോസ് വരുന്നത് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്താണ് കൊടുക്കേണ്ടത്. പ്ലസ് നമുക്കിനി അടുത്ത് എവിടെയാണ് 1 വന്നേക്കുന്നത്? എ ബാർ ബി ബാർ സിയിൽ. ഓക്കെ, 0 വരുന്നിടത്താണ് നമ്മൾ ബാർ യൂസ് ചെയ്യുന്നത്. എ ബാർ ബി ബാർ സി പ്ലസ് പിന്നെ എവിടെയാണ് വരുന്നത്? എ ബാർ ബി സി ബാർ കിട്ടുന്നുണ്ട്. എ ബാർ ബി സി ബാർ പ്ലസ് നമുക്ക് പിന്നെ എവിടെ വരുന്നത്? എ ബി ബാർ സി, എ ബി ബാർ സി. അപ്പം നമ്മളത് നോക്കി മാർക്ക് ചെയ്യുക. സീറോസ് വരുന്നിടത്ത് ആ വേരിയബിളിൻ്റെ കോംപ്ലിമെൻ്റാണ് എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി സി ബാർ 6-ലാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് 1 വന്നിരുന്ന പ്ലേസിലുള്ള ആ ഒരു മിൻ ടേമിനെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇതൊരു എസ് ഒ പി ഫംഗ്ഷനാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതൊരു ലാർജ് സർക്യൂട്ട് ആവുന്നു. സോ നമുക്ക് കെ മാപ്പ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 വേരിയബിളാണ് നമുക്കുള്ളത്. എയും ഇവിടെ നമുക്ക് ബി സി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കെ മാപ്പിൽ ആ ഒരു റോസും കോളംസും മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടോട്ടൽ 8 വേരിയബിളാണ് ഉള്ളത്, 0 to 7 വരെയുള്ള. സോ നമുക്ക് ഇങ്ങനെ എന്താണ് കെ മാപ്പ് ആ ഒരു സെൽസ് അറേഞ്ച് ചെയ്യാം. കെ മാപ്പൊക്കെ നമുക്ക് നേരത്തെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് 0 1 0 0 0 1 1 1 1 0 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കുള്ള ഫംഗ്ഷനിൽ എവിടെയൊക്കെയാണ് 1 വന്നേക്കുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബി 0 0 എന്ന് പറഞ്ഞാൽ ബി ബാർ സി ബാർ, അടുത്ത എന്താണ്? ബി ബാർ സി ബി സി ബാർ എന്ന് നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ത് കിട്ടും? എ ബാറും എയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? നമുക്ക് ഓരോന്ന് നമുക്ക് മാർക്ക് ചെയ്താൽ ഫസ്റ്റ് ആ ഒരു സെല്ലിൽ വരുന്നത് 0യുടെ വാല്യൂ ആയിരിക്കും. 0 1 2 3 പിന്നെ എന്താണ്? 4 5 6 7. നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുക? 0 0 0 അതിന് കറസ്പോണ്ടിങ് ആയി ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ആ വാല്യൂസ് എഴുതുന്നത്. കെ മാപ്പ് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഹൈ 1 കൊടുക്കേണ്ടത്? 0 0 0ൽ കൊടുക്കണം, പിന്നെ 0 0 1ൽ കൊടുക്കണം, 0 1 0ൽ കൊടുക്കണം, പിന്നെന്താണ് 0 1 0 1ൽ കൊടുക്കണം, 1 0 1 1 0ലും കൊടുക്കുന്നു. ബാക്കിയുള്ള പ്ലേസിൽ നമ്മൾ സീറോസ് മാർക്ക് ചെയ്യുന്നു. ഇനി കെ മാപ്പ് വെച്ച് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഈ വരുന്ന 2 വൺസിനെ ഗ്രൂപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിങ് നടത്തി. തൊട്ടിപ്പുറം തന്നെ നമുക്കൊരു വെർട്ടിക്കൽ ഗ്രൂപ്പ് ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു റോ എടുക്കുകയാണെങ്കിൽ എക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത മാറിപ്പോയി. 0 വരുന്നത് എ ബാറും 1 വരുന്നത് എയുമാണ്. അപ്പോൾ നമുക്ക് എന്താണ് എ ബാർ കിട്ടുന്നുണ്ട്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ എന്താണ് വരുന്നത്? നമുക്കുള്ള സിയും സി ബാറും ക്യാൻസലായി പോകുന്നുണ്ട്. ബാക്കി എന്തുണ്ട്? ബി ബാറുണ്ട്. സോ എ ബാർ ബി ബാർ കിട്ടി. പ്ലസ് നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ കോളം എടുക്കുകയാണെങ്കിൽ എ ബാറും എയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട്? ബി ബാർ സി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെർട്ടിക്കൽ കോളം എടുക്കുകയാണെങ്കിൽ എയും എ ബാറും ക്യാൻസലായി പോയിട്ടുണ്ട്. ബാക്കി എന്തുണ്ട്? ബി സി ബാറുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇനിയും റെഡ്യൂസ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. എ ബാർ ബി ബാർ നമുക്ക് എഴുതിയിട്ട് ബി ബാർ സി പ്ലസ് ബി സി ബാറിനെ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിതിനെ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്കതൊന്നും കൂടി റെഡ്യൂസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ബി ബാർ സി പ്ലസ് ബി സി ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി എക്സോർ സി എന്ന് എഴുതാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം എ ബാർ ബി ബാർ പ്ലസ് ബി ബാർ സി ഇൻറ്റു ബി സി ബാറിനെ ഞാൻ ബി എക്സോർ സി എന്ന് എഴുതി. ഇപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ ഒന്നും കൂടി ഈസി ആയിട്ടുണ്ട്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം കോമൺ ആയിട്ട് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് ആരെങ്കിലും പുറത്തെടുത്തിട്ട് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. എക്സ്പ്രഷനെ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെഡ്യൂസ് ചെയ്താൽ സർക്യൂട്ട് ഡയഗ്രാം അത്രയും സിമ്പിളായിട്ട് മാറും. അപ്പോൾ ഞാനിപ്പം എനിക്ക് വേണമെങ്കിൽ ഈ 2 ഇക്വേഷനിൽ നിന്ന് ബി ബാറിനെ കോമൺ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എന്താണ് ഇതാണ് സിമ്പിളായിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ഇതിൽ നിന്ന് ബി ബാർ എടുത്തു. ബാക്കി അവിടെ എന്ത് വരുന്നുണ്ട്? എ ബാർ പ്ലസ് സി വരുന്നുണ്ട്, പ്ലസ് ബി സി ബാർ വരുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ എ ബാർ ബി ബാർ പ്ലസ് ബി എക്സോർ സി എന്ന് കിട്ടിയ ആ ഒരു എക്സ്പ്രഷനാണ് വരച്ച് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എ ബാർ ബി ബാർ നമുക്കെന്താണ്? ഒരു ആൻഡ് ഗേറ്റ് വേണം, നോട്ട് ഗേറ്റ് വേണം, ഓർ ഗേറ്റ് വേണം. അതുപോലെ എക്സോർ ഗേറ്റും യൂസ് ചെയ്താൽ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ എ ബാർ ബി ബാർ പ്ലസ് ബി എക്സോർ സി വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെന്ന് കരുതുക. എനിക്കിപ്പോൾ എ ബാർ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു? എ എടുത്തിട്ട് ഒരു എ എന്നുള്ള ഇൻപുട്ടിനെ എടുത്ത് ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? എ ബാർ എന്ന ഔട്ട്പുട്ട് കിട്ടും. സോ എ എന്നുള്ളൊരു ഇൻപുട്ട് എടുക്കുന്നു, അതിനെ ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ എ ബാർ കിട്ടുന്നു. ഇനി ബി ബാർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ബി എന്നുള്ളൊരു ഇൻപുട്ടിനെ എടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബി ബാർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എ ബാറും ഇവിടെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ലൈനാണ്. ഓക്കെ, എയും ബിക്ക് ബി ബാറെന്ന് കിട്ടുന്നുണ്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ ബാറിനെയും ബി ബാറിനെയും നമുക്ക് ആൻഡ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബാറിനെയും ബി ബാറിനെയും എടുത്തിട്ട് ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ മതിയാവും. സോ എ ബാറിൽ നിന്നും ബി ബാറിൽ നിന്നും ഓരോ കണക്ഷൻ എടുത്തിട്ട് ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? എ ബാർ
ഡോട്ട് ബി ബാർ കിട്ടുന്നു. ഇനി നമുക്ക് ബി എക്സോർ സി കിട്ടണം. എന്ത് കിട്ടണം? ബി എക്സോർ സി. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ഇൻപുട്ടും കൂടി ആവശ്യമുണ്ട്. സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻപുട്ട് ആവശ്യമുണ്ട്. ബി എന്നുള്ള ഇൻപുട്ടും സി എന്നുള്ള ഇൻപുട്ടും എടുത്തിട്ട് ഒരു എക്സോർ ഗേറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബി എക്സോർ സി കിട്ടും. അപ്പോൾ ബി എന്നുള്ള ഇൻപുട്ട് സി എന്നുള്ള ഇൻപുട്ടും എടുത്ത് ഒരു എക്സോർ ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബി എക്സോർ സി കിട്ടും. ഇനി എന്താണ്? ഈ രണ്ട് ഫംഗ്ഷനെയും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഈ രണ്ട് എക്സ്പ്രഷനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? എ ബാർ ബി ബാർ പ്ലസ് ബി എക്സോർ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റുന്നത്. തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഇതുപോലെ റിഡ്യൂസ് ചെയ്ത് കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. സോ ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്? നോട്ട് ഗേറ്റും ആൻഡും ഓറൊക്കെ യൂസ് ചെയ്തിട്ട് എക്സോറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതല്ല വേറെ എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ് വെച്ച് ചെയ്യാൻ വേണമെങ്കിലും ചോദിക്കും ഈ ഒരു സെയിം എക്സ്പ്രഷനെ. ഇപ്പോൾ നമ്മൾ ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിലുണ്ടാവുക ഈ എസ് ഒ പി ഫംഗ്ഷനെ നോറോ അല്ലെങ്കിൽ എന്താണ് നാൻഡോ വെച്ചിട്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനെ ഇനിയും നമുക്ക് ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്ത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് നാൻഡും നോറും വെച്ച് വരയ്ക്കുന്ന പാകത്തിലാക്കിയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.